അപ്പോൾ ദൃശ്യം 3 പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഇറങ്ങിയ ദൃശ്യം സീരീസിൻ്റെ ഫോർമാറ്റുകൾ പൊളിച്ചെഴുതിയ ഒരു പടമാണ് ദൃശ്യം 3. ഒരു ഫാമിലി ഡ്രാമ പോലെ തുടങ്ങി ഓഡിയൻസിനെ മെല്ലെ ലാഗടിപ്പിച്ച് ബോറടിപ്പിച്ച് ഓഡിയൻസ് ഉറങ്ങാറായി എന്ന് തോന്നുമ്പോൾ തലക്കടിച്ച് നീപ്പിക്കുന്ന പോലെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് ആൾക്കാരെ മൈൻഡ് ബ്ലോൺ ആക്കുന്ന രീതിയിലുള്ളൊരു ഫോർമാറ്റാണ് ദൃശ്യം ഇതുവരെ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷേ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഈ ഫോർമാറ്റ് അവർ മാറ്റി. പടം സ്റ്റാർട്ടിങ് തൊട്ടേ എൻഗേജിങ് ആണ്. എന്തോ ഒരു പ്രശ്നം ജോർജ് കുട്ടിയുടെ പുറകിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പടം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഈസ്, നേരത്തെ പറഞ്ഞ തലക്കടിച്ചെണീപ്പിക്കുന്ന രീതിയിലുള്ള സസ്പെൻസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്ത് അത്രക്കങ്ങ് വർക്കൗട്ടായില്ല. പടം മോശമാണെന്നല്ല, പക്ഷേ ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും അപ്പുറത്തെ ദൃശ്യം 3ക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ പടം ചില സ്ഥലങ്ങളിലൊക്കെ മാസിയായിട്ടുണ്ട്, അതും ദൃശ്യം സീരീസിൽ പതിവില്ലാത്തതാണ്. പിന്നെ ഞാൻ ഏറ്റവും വെറുക്കുന്നൊരു കാര്യം, ഈ പടത്തിൻ്റെ അടക്കൊണ്ട് എന്തിനാണ് ഈ പരസ്യം വെക്കുന്നത്? ദൃശ്യം 2-ലാണെങ്കിൽ എല്ലായിടത്തും മൈജി, ഇതിൻ്റെ അകത്ത് കല്യാൺ സിക്സ്. പരസ്യം ചെയ്യാനാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ചെയ്താൽ പോരെ, എന്തിനാണ് ഈ പടത്തിന്റെ ഫ്ലോ? സഫല്യ ഹോസ്പിറ്റലിന്റെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. നിർത്ത്. ഇതെന്താ സഫല്യ ഹോസ്പിറ്റൽ എന്ന്? നേരത്തെ ഏതോ ഒരു ന്യൂറോ സർജന്റെ പേരല്ലേ പറഞ്ഞിരുന്നത്? അതിനാ ഹോസ്പിറ്റലിന്റെ പേരാക്കി മാറ്റിയത്? അല്ല സർ, ഈ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. ഓ, ഒരു പരസ്യം അല്ലേ? എടോ, അതിന് കാശ് മുടക്കി വേറെ പരസ്യം എടുക്കണം, അല്ലാതെ സിനിമയ്ക്കകത്ത് കുത്തിക്കേറ്റല്ല വേണ്ടത്. സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം മതി. എനിവേ ഗൈസ്, പടം കൊള്ളാം. ദൃശ്യം 4ലേക്കുള്ള ലീഡ് കൊടുക്കുന്നുണ്ട്. അത് കാണാനുള്ള ആൻറ്റിസിപ്പേഷനും പടം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ 3.5 സ്റ്റാർസ് ഔട്ട് ഓഫ് 5 സ്റ്റാർസ് കൊടുക്കും. പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.